രാവിലെ തന്നെ ഒരു കട്ടൻ ചായ ഇട്ട് നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? ചില ദിവസം ഇങ്ങനെ ഒരു കട്ടൻ ചായ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പണിയെടുക്കാനുള്ള ഇൻട്രസ്റ്റ് വരികയുള്ളൂ. രാവിലെ വന്ന ഉടനെ എനിക്ക് ആദ്യം തന്നെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ അല്ലെങ്കിൽ ഒരു കോഫി ഇട്ട് കുടിക്കാനാണ് തോന്നുക. നമ്മൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റായി വന്നിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല കേട്ടോ. ഒക്കെപ്പാടെ കട്ടിലിൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ തള്ളി വെച്ചിട്ടുണ്ട്. കുറച്ച് കബോർഡ്സിലൊക്കെ ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കുറേശ്ശെ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പറക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമുക്ക് മക്കളെ TC മേടിക്കാനായിട്ട് സ്കൂളിൽ പോകണം. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത സ്കൂളിൽ നിന്നും വളരെ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ TC മേടിക്കേണ്ട ആവശ്യമുണ്ട്. രാവിലെ ലൈറ്റായിട്ടാണ് എന്തെങ്കിലും കഴിക്കാൻ പോകുന്നത്. കാരണം ഇത് സൺഡേ ഞങ്ങൾ സാറ്റർഡേ സൺഡേ എടുത്ത വ്ളോഗുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിലാണ് നനച്ചത്. അവിൽ നനച്ച് ചായയൊക്കെ കുടിച്ച് മക്കളെ സ്കൂളിൽ അയച്ചു. കാരണം സാറ്റർഡേ അവർക്ക് സ്കൂളുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ സ്കൂളിലേക്ക് TC മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ട്രാഫിക്കിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ പോയി തിരിച്ച് വന്നതിന് ശേഷം ഈവനിങ് നമ്മൾ ആദ്യത്തെ വീക്കെൻഡാണിത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ചെറിയ വീട്ടിലെ സെറ്റപ്പും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുത്തു വെച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഗിറ്റാർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡാണ് ഗിറ്റാറിൻ്റെ ആൾ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഹോളിലിട്ടിട്ട് ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. എനിക്ക് പ്ലെയിൻ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഈ ഓട്ടയിടുന്ന പരിപാടി മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തതായിരിക്കും. ഇവിടെ വന്നപ്പോഴും ഞാനത് ഇടരുതെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഈ ഒറ്റ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ ഇടാൻ സമ്മതിക്കുകയുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സെറ്റ് ചെയ്യേണ്ട, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്തതാണ് കേട്ടോ, അതായത് സൺഡേ. നന്നായി ഉറങ്ങി എഴുന്നേറ്റു കേട്ടോ. കാരണം വളരെ ലേറ്റായിട്ട്, ഇപ്പം തന്നെ ഏകദേശം സമയം 11 മണി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉറങ്ങി എല്ലാവരും. അത്രയ്ക്ക് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്ഷീണം എനിക്കായിരുന്നു. കാരണം നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം നമ്മൾ ലേഡീസിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പണി. ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ട് എല്ലാവരും അങ്ങ് പോകും. പിന്നെ പതുക്കെ ഒന്നൊന്നായിട്ട് നമ്മൾ അടുക്കി വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയാണ് കേട്ടോ. എത്ര തവണ അടുക്കി വെച്ചാലായിരിക്കും നമ്മൾക്ക് ആ ഒരു പ്രോപ്പർ പ്ലേസ് കിട്ടിയ ഒരു സെറ്റാവുക, നമുക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിലാവുക എന്ന് പറയുന്നത് നമുക്ക് പറയാനേ പറ്റില്ല. അപ്പം ഞാൻ ചിക്കൻ കറിയാണ് ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കുക്കർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കാനുള്ള സമയമില്ല. ഇന്നും ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നെങ്കിലും ഒന്ന് തീർക്കണം എന്നുണ്ട്. അതായത് കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ എവിടേക്കാണ് ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്ന് കറക്റ്റായിട്ട് ഷെൽഫിൽ വെക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പട്ട, ഒരു ഗ്രാമ്പൂ, പിന്നെ നമ്മൾ ചെറിയൊരു ഏലക്ക, ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ഉള്ളി, സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ ചെയ്യുന്ന പോലെ ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയെ ഞാൻ ഇടുകയുള്ളൂ. പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയ്ക്ക് പകരം ഞാൻ കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്. അപ്പം ഈ തരത്തിൽ ഞാൻ വെക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാവാറുണ്ട് കേട്ടോ. കുക്കർ അടച്ച് ഒരു വിസിൽ വന്നപ്പോഴാണ് നമ്മൾ ചിമ്നി ഓൺ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ചിമ്നിയുള്ള ഒരു കിച്ചണിൽ ഞാൻ എത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് പ്രാക്ടീസ് ആവാനൊരു സമയം എടുക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ കിച്ചണിലുള്ള വെളിച്ചം കണ്ടോ, നല്ല സൂര്യപ്രകാശം. ഈ കിച്ചൺ എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ്. നല്ല വെളിച്ചമാണ്, ഏത് സമയത്തും നല്ല ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ കിച്ചണിലേക്ക് വരും കേട്ടോ. ആ വെയിലിന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചാൽ തന്നെ ഉണങ്ങി കിട്ടുമേ. അത്രയ്ക്ക് നല്ല കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്.
പിന്നെ ഈ ഒരു സ്റ്റാൻഡ് വെച്ച സ്ഥലം ഞാൻ എന്തായാലും മാറ്റേണ്ടി വരും. കാരണം തൽക്കാലം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ. അവിടുത്തെ പ്രൊവിഷൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ ഒരു ബാത്റൂം ഒഴിവാക്കി അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി തുടങ്ങാം. കുറച്ചേ ഞാൻ ആക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ആയാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തി എല്ലാവർക്കും നന്നായിട്ട് കഴിച്ചോളും. മക്കളായാലും നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് അവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കിത് ചപ്പാത്തി ആക്കാനും ഇപ്പോൾ മടിയില്ല. നേരത്തെയൊക്കെ ചപ്പാത്തി കുഴയ്ക്കുക, പരത്തുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ലേസി ആയിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ മക്കളും കൂടി ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ആക്കി കൊടുത്താൽ എങ്ങനെയെങ്കിലും അവരുടെ വയറ് നിറയില്ല എന്നുള്ളത്. ഇന്നത്തെ രാത്രിക്കത്തെ നമ്മുടെ ഡിന്നറും ഈ ചപ്പാത്തിയും ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഇനി വേറൊരു കുക്കിംഗ് ഇല്ല. കാരണം എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുഴുവനായിട്ടും അതിൻ്റെ സമയം എനിക്ക് ചിലവഴിക്കണം. ഒരു ബെഡ്റൂം എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഫസ്റ്റ് ഞാൻ കുട്ടികളുടെ റൂം ക്ലീൻ ചെയ്തെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സാധനം ഞങ്ങളെക്കാളും ഉള്ളത്. നിറയെ ടോയ്സുകൾ, അവരുടെ കുറേ കളേഴ്സുകൾ, പിന്നെ കളറിങ് ബുക്സുകൾ, അങ്ങനെ ഇന്ന് വേണ്ട നിറയെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്കിന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു റൂമിൽ ഇന്ന് എന്തായാലും പറ്റുള്ളൂ, അത് ഉറപ്പാണ്. പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുട്ടികളുടെ റൂം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ശരിയാക്കാൻ പോകാം. ബാക്കി ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.